എൻ്റെ ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിലെ 9-ഉം 10-ഉം വചനങ്ങൾ വായിക്കാം. മോശ ഉടനെ നിലം പറ്റി കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശ്ശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ദുശ്ശാഠ്യക്കാരാണ്, നമുക്കറിയാം. പക്ഷേ നമ്മുടെ കൂടെ ദൈവം വേണം. ഇനി നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കണം, നമ്മളെ സ്വന്തമായിട്ട് സ്വീകരിക്കണം. ഈശോയുടെ സ്വന്തമാവാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ ഏറ്റവും നല്ല പ്രാർത്ഥനയാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 34-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങൾ. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശ്ശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. ആമേൻ.